അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു ജന്നത്തി. ഞാനിന്ന് പറയുന്നത് അല്ലാഹു തആല ഒന്നര പക്ഷം കാണിക്കൂല. അവൻ ഇവരാണ്, ഇവനാണ്. കാരണം എല്ലാവർക്കും പൈസ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വരുന്നവർക്ക് വരെ പൈസ അല്ലാഹു തആല വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. എംബ്രോദിന് കൊടുത്തിട്ടുണ്ട്, ഫിറവോന് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വരെ അല്ലാഹു തആല വാരി 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 അങ്ങ് കൊടുക്കല. കോടിക്കണക്കിന് ആസ്തിയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ കോടിക്കണക്കിന് ആസ്തി ഉള്ളതിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവരുണ്ട്. ചില നബിമാർ പട്ടിണി കിടന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ചില നബിമാർ പട്ടിണി കിടന്ന് മരണപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ലോക മുസ്ലിങ്ങളെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. 1,24,000 ചില്ലുവാനം നബിമാരിൽ, പ്രവാചകന്മാരിൽ കുറേ ആൾക്കാർ പട്ടിണി കിടന്ന് മരണപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ വന്ന് ചോദിച്ചു, ഇതേ കാണുന്ന പർവ്വതം സ്വർണ്ണമാക്കി സിംഹാസനമാക്കി തരട്ടെ, അങ്ങ് മനസ്സിൽ ചിന്തിച്ചാൽ മതി, അങ്ങേക്ക് ആഹാരം വരും, അങ്ങേക്ക് കുടുംബത്തിനും. വേണ്ട എന്ന് പറഞ്ഞു. അള്ളാഹയോട് പറഞ്ഞാൽ ഞാൻ ഇവിടെ കഷ്ടപ്പെടാം, എനിക്ക് അവിടെ ഉണ്ടല്ലോ, ഞാനിവിടെ കഷ്ടപ്പെടാം. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് അള്ളാഹിൻ്റെ റസൂലാണ്. അപ്പോൾ ഒന്നര പക്ഷം കാണിച്ചാലല്ലോ, വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, എനിക്കും തന്നിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ നമ്മൾ അങ്ങനെ ആയിപ്പോയി. അസുഖം വന്നു, കുറച്ച് പൈസ ചിലവായിപ്പോയി, അങ്ങനെ സാഹചര്യങ്ങളാണ്. ഇപ്പം ഫിറവനൊക്കെ കൊടുത്തു. ഫിറവന് കൊടുത്തിട്ട് എന്തായി? അവൻ്റെ പൈസകളൊക്കെ പോകാൻ നേരത്ത് കൊണ്ടുപോകാൻ തുടങ്ങി. അതിലേക്ക് ഞാൻ വരാം. ഞങ്ങളുടെ നാട്ടിൽ 95 വർഷം മുമ്പേ ഒരു സംഭവം നടന്നായിരുന്നു. അന്നത്തെ പൈസക്കാർ, അന്ന് 50,000 ഉണ്ടെങ്കിൽ അവർ പൈസക്കാരാണ്. കുറച്ച് സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ പൈസക്കാരാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു മോളേ ഉള്ളായിരുന്നു. അങ്ങനെ ആ കൊച്ചിനെ ഒരു പാമ്പ് കടിച്ചു. ഏഴെന്ന് കടിച്ച് ആ കൊച്ച് മരണപ്പെട്ടു പോയി. ദുഃഖം കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തിനാ നമുക്ക് സ്വത്ത്? അപ്പം ഈ സ്വത്ത്, ഇതിൻ്റെ സ്വർണം എല്ലാം നല്ല സ്വർണവും ആഭരണങ്ങളെല്ലാം കൂടി ഇട്ട് ഇതിനെ പെട്ടിയിൽ വെച്ചിട്ട്, ഒരു ശവപ്പെട്ടിയിൽ വെച്ചിട്ട് അതിനെ മറവ് ചെയ്തു. ഇത് മറവ് ചെയ്തപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന കുറേ കള്ളന്മാർ, ഇവരാണെങ്കിൽ ഇനി എന്തിനാ നമുക്ക് സ്വത്തുകളെല്ലാം, ഈ സ്വത്തുകൾ അവക്കുള്ള സ്വർണവും ഉടുപ്പും എല്ലാം കൂടിയിട്ട് വലിയ പെട്ടിയിലങ്ങ് ഒരു വലിയ ശവപ്പെട്ടിയിൽ വെച്ചിട്ട് മറവ് ചെയ്തു. ഇത് കണ്ടുകൊണ്ടാരാ നിൽക്കണേ? കുറേ കള്ളന്മാർ. വില കൂടിയ പെട്ടിയാണ്. അപ്പോൾ രാത്രിയായി, നല്ല ഇരുട്ടുള്ള രാത്രിയാണ്. രാവിലെ ചെറിയ വെളിച്ചമുള്ളൂ. അങ്ങനെ യവന്മാർ, ഈ കള്ളന്മാർ രാത്രി എന്താക്കി, ഇത് കുഴിച്ചെടുത്തിട്ട് ഈ പെട്ടി പുറത്തെടുത്ത് ഇതിനെ തുറന്ന് എടുക്കുമ്പോഴത്തേക്ക് ഈ കൊച്ചിന് ജീവൻ ഉണ്ട്. യവന്മാരാണെങ്കിലോ ഇവരുടെ ജീവനും കൊണ്ട് യവന്മാർ ഓടി. എവിടെല്ലാം ഓടിയതിനെ കൊണ്ട് അവന്മാർക്ക് തന്നെ അറിയില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ രാത്രിയായപ്പം ഒരു 12 മണിയായപ്പം ഈ കൊച്ച് വന്നിട്ട് കതവിൽ മുട്ടി ഇറങ്ങുമ്പോഴത്തേക്കും കൊച്ചിനെ അടയ്ക്കിയതുപോലെ, മൂക്കിൽ പഞ്ഞെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, അടയ്ക്കിയതുപോലെ നല്ല സുന്ദരിയായിട്ട് വന്ന് നിൽക്കുന്നു. അവരും പേടിച്ചു പോയി. അപ്പോൾ അമ്മയടുത്ത് പറഞ്ഞ്, ഞാനാണ്, നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ ദേഹത്ത് തൊട്ടോ, എൻ്റെ ദേഹത്ത് ഉള്ളിക്കോ. അങ്ങനെ അവരൊക്കെ നോക്കുമ്പോൾ എന്താണ്, പിറ്റേ ദിവസം പിന്നെ അന്ന് രാത്രി കഴിച്ചു ആൾക്കാരെല്ലാം കൂടി. അന്ന് അങ്ങനെ ആൾക്കാർ കൂടാനൊന്നുമില്ല. 100 പേര് കൂടിയെങ്കിൽ കൂടി. കാരണം ചുറ്റുപാട് അങ്ങനെയാണ്.
ഒരു വീടിൻ്റെ ഒരു 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 വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്താണ് അതിൻ്റെ വീട്, മറ്റേ അടുത്ത വീട്. അങ്ങനെ ആൾക്കാരെല്ലാം കൂടി പിറ്റേ ദിവസം വൈദ്യന്മാർ വന്നിട്ട് വൈദ്യന്മാരത്ത് കൊണ്ടുപോയി ഇതിന് ഇഴജന്ത് കടിച്ചപ്പം മരണപ്പെട്ടു പോയ കൊച്ചല്ലേ. അങ്ങനെ വൈദ്യന്മാർ വന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഈ കൊച്ചിൻ്റെ കാലിലെ കടിച്ചത്, ആ കാലിലെ ഭാഗം ഈ പെട്ടിയിൽ ചേർന്നിരുന്നു. ഈ മരം ഈ മരം ഇതിൻ്റെ വിഷം വലിച്ചെടുക്കുമായിരുന്നു. വിഷം വലിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ തുറന്നപ്പോൾ കൊച്ച് ജീവൻ വെച്ചു. അവർക്ക് സ്വർണ്ണം എടുക്കാൻ പറ്റിയില്ല. ആ സ്വർണ്ണങ്ങളെല്ലാം അവിടെ വെച്ചുകൊണ്ട് കൊച്ച് രക്ഷപ്പെട്ടു. ഈ പണ്ടത്തെ വൈദ്യന്മാർ പറയും, ഇത് ഇഴജന്ത് കടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മരിക്കൂല, എവിടെയെങ്കിലും ജീവൻ കിടക്കും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ആ സ്വർണ്ണം അവിടെ ഉള്ളതുകൊണ്ട് ആ കൊച്ച് രക്ഷപ്പെട്ടു. അത് കൊച്ച് രക്ഷപ്പെട്ടു. ഇന്നങ്ങനെയല്ല. അന്ന് യവന്മാർ ഈ ഫിറോവന്മാരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്വർണ്ണങ്ങളെല്ലാം കൊണ്ടുപോകാമായിരുന്നു. എല്ലാം സാമ്പത്തികങ്ങളെല്ലാം കൊണ്ടുപോകും. എന്നിട്ട് ഇവരുടെ ഡെഡ് ബോഡിയെല്ലാം കുഴിച്ചിട്ട് ഇപ്പം എന്താണ്, അത് കുഴിച്ചെടുക്കുന്നവർ കുറച്ച് കക്കും, ബാക്കി കുറേ കൊണ്ട് പിന്നെ മ്യൂസിയത്തിലുണ്ട്, അവരെ എല്ലുമുള്ളും കൊണ്ട് മ്യൂസിയത്തിലുണ്ട്. അങ്ങനെ പല പല തെണ്ടി തന്നെ ഇവർ കാണിച്ചു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവരെ അവിടെ കവറിൽ കിടക്കാൻ പറ്റിയോ? ഇവർ നാട്ടുകാർക്ക് കൊടുത്തില്ല. ഇവരെ കവറിൽ അവിടെ കിടത്താൻ പറ്റിയോ? ആൾക്കാർ കണ്ടില്ലേ കുത്തിപ്പൊളിച്ചിട്ട് അവരുടെ സ്വർണ്ണമൊക്കെ എടുക്കുന്നുണ്ടോ? ഇപ്പോൾ എടുക്കുന്നുണ്ടോ? അല്ലാഹു തആല എല്ലാവർക്കും സ്വത്ത് കൊടുക്കൂല. അങ്ങനെ കൊടുത്തുള്ളവർക്ക് ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. അടുത്തവനെ നീ സഹായിക്കുന്നുണ്ടോയെന്ന് അവൻ നോക്കും. നീ അവനെ അടുത്തവരെ നീ സഹായിക്കുന്നുണ്ടോയെന്ന് നോക്കും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? പല പല ആൾക്കാർക്ക് അല്ലാഹു തആല അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. കാരണം അടുത്തവനെ നീ സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, തൊട്ടടുത്ത ഒരു മുസ്ലിം മുസ്ലിം കൊച്ചുങ്ങൾക്കൊക്കെ അവർക്ക് സുഖമില്ലാത്തവരാണ്. എന്നെ വിലയിരുത്തണമെങ്കിൽ എൻ്റെ വസ്ത്രം കണ്ട് വിലയിരുത്താൻ പറ്റുമോ? ഇല്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ മയ്യത്ത് കൊണ്ട് മറവ് ചെയ്യാൻ വെച്ചപ്പോൾ സഹാബത്തിൽ പറഞ്ഞു, ഖബറെ നീ സൂക്ഷിച്ചോ, ഇത് ലോക മുസ്ലിങ്ങളെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മയ്യത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഖബർ പറഞ്ഞെന്ത് പറട്ടെ, ആരുടെ മയ്യത്താവട്ടെ, നീ കൊടുത്ത സക്കാത്ത് നിന്റെ മനസ്സ് ക്ലിയർ ഉണ്ട്, ഇങ്ങോട്ട് പോരും, ഖിയാമത്ത് നാൾ വരെ നോക്കിക്കൊള്ളാന്നാണ്. നിന്റെ സക്കാത്ത്, നീ കൊടുത്ത മനസ്സ്, സക്കാത്ത് കൊടുക്കുമ്പോൾ നിനക്ക് വിറയ്ക്കാതെ ഉള്ള മനസ്സുണ്ടെങ്കിൽ നീ ഇങ്ങ് പോര്, ഖിയാമത്ത് നാൾ വരെ നോക്കിക്കൊള്ളാമെന്നാണ് ഖബർ പറഞ്ഞാൽ. നീ എത്ര നിസ്കരിച്ചോ, നീ എത്ര ഖുർആൻ ഓതിയോ, ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിന്റെ സക്കാത്ത്, നിന്റെ മനസ്സ് നല്ലതാണെങ്കിൽ പോര്, ഖബർ നോക്കിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. അല്ലാഹു തആല അവനെല്ലാം അറിയുന്നവനാണ്. അവനെ നിങ്ങൾ നിസ്കാരമല്ല നോക്കേണ്ടത്, അവൻ നോക്കുന്നില്ല. അങ്ങനെ നിസ്കാരം നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര പേരുടെ ഇന്ന് കോച്ചിക്കർത്തിയാനെ. അല്ലാഹു തആലൻ്റെ അനുഗ്രഹം എത്ര പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഏകനായ അല്ലാഹു തആല നിങ്ങൾക്ക് സമ്പത്ത് തരും. ഇല്ലാത്തവനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നേ. ഏകനായ അള്ളാഹ് ആരാന്നറിയോ? ലോക കോടീശ്വരനാണ്. അള്ളാഹിൻ്റെ അനുഗ്രഹം കിട്ടിയവന്മാർക്കൊക്കെ ഭയങ്കര സമ്പത്തുണ്ടാവില്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു തആലൻ്റെ അനുഗ്രഹം ഉണ്ടായവർക്ക് സമ്പത്തുണ്ടാവില്ല. ചിലപ്പോൾ പട്ടിണി മരണമായിരിക്കും. നബിമാർ എത്ര പേര് പട്ടിണി മരിച്ചുപോയി. വിളിച്ച വിളിയേക്കുന്ന നബിമാർ പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ദിവസം വരെ പട്ടിണിയായിരുന്നു. ലോക മുസ്ലിങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നമ്മളാരെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കിടന്നിട്ടുണ്ടോ, അത് വേറെ കാര്യം. അത് കൂടുതൽ ദിവസം കിടന്നിട്ടില്ല. ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കിടന്നിട്ടുള്ളൂ.
അപ്പോൾ സമ്പത്ത് തന്നിട്ട് വന്നതിനാണ് അഹങ്കരിക്കാനല്ല, അടുത്തവരെ നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏത് ജാതിക്കാരാവട്ടെ അവരെ സഹായിക്കൂ. അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.